ബി.ജെ.പിയിലേക്ക് പോകുന്നുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞതിന് പിന്നാലെ ദേവികുളം മുൻ എം.എൽ.എ. എസ് രാജേന്ദ്രൻ ബി.ജെ.പി ദേശീയ നേതാവും കേരള പ്രഭാരിയുമായ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. ജാവദേക്കറിന്റെ ഡൽഹിയിലെ വസതിയിലെത്തിയാണ് ചർച്ച നടത്തിയത്. അവസാനിപ്പിച്ച് ഞായറാഴ്ച മൂന്നാറിൽ നടന്ന LDF ദേവികുളം നിയോജക മണ്ഡല കൺവെൻഷനിൽ എസ് രാജേന്ദ്രൻ പങ്കെടുത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് രാജേന്ദ്രൻ ജാവദേക്കറിനെ കണ്ടത്. ജാവദേക്കറിന്റെ ഡൽഹിയിലെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. തമിഴ്നാട്ടിലെ നേതാക്കളും കൂടെയുണ്ടായിരുന്നതായാണ് വിവരം. ഇതോടെ രാജേന്ദ്രൻ ബി.ജെ.പിയിലേക്ക് പോകുമെന്ന അഭ്യൂഹം വീണ്ടും ശക്തമായി. അതേസമയം രാജേന്ദ്രൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഊഹാപോഹങ്ങൾക്ക് പിന്നാലെ പോകേണ്ടതില്ലെന്നും CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ഇപ്പോൾ ഒരാള് എക്സ്പെരിമെന്റ് ഒക്കെ അല്ലേ അവിടെ ഒരു കാര്യങ്ങൾ വന്നാൽ അത് പോകാൻ ആവശ്യമാണ്. ഒരാളെ ഇവിടെ പോകുന്നു എന്നൊന്നും പ്രശ്നമില്ല. അവരുടെ നിലപാടിന്റെ അല്ലേ അടിസ്ഥാനമുള്ളൂ. നിലപാടുകൾ എല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും വരുവാണെങ്കിൽ അന്നേരം നോക്കാം. ഊഹാപോഹത്തിന് പുറകെ പോകുന്ന പാർട്ടി അല്ലല്ലോ CPM. ഒരു ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ നിലപാടെടുക്കേണ്ട ഒരു കാര്യമില്ല. വരട്ടെ, വരുമ്പോൾ അനുസരിച്ചുള്ള നിലപാടെടുക്കാം, അന്നേരം പറയാം. CPM മെമ്പർഷിപ്പ് പുതുക്കുമെന്നും LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണ രംഗത്തിറങ്ങുമെന്നും എസ് രാജേന്ദ്രൻ അറിയിച്ചിരുന്നു. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ നടത്തിയ ചർച്ചയ്ക്കൊടുവിലായിരുന്നു ഈ പ്രഖ്യാപനം. പിന്നാലെയാണ് എസ് രാജേന്ദ്രൻ ഡൽഹിയിലെത്തി BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ദേവികുളം മുൻ എം.എൽ.എ. എസ് രാജേന്ദ്രൻ ഇപ്പോൾ നമ്മളോട് കൂടെ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എസ് രാജേന്ദ്രൻ, ഏത് സാഹചര്യത്തിലാണ് താങ്കൾ ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത്? അതൊരു വ്യക്തിപരമായ കാര്യങ്ങളാണ്. രാഷ്ട്രീയമായി യാതൊരു ബന്ധവുമില്ല. കണ്ട് സംസാരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ വിശേഷങ്ങൾ തെരഞ്ഞെടുപ്പൊക്കെയാണല്ലോ, അത് അങ്ങനെ കണ്ട് സംസാരിച്ചു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് ഇന്ന് വന്ന് പുതിയതായി കാണുകയോ പത്രം മാധ്യമങ്ങൾ കൊട്ടിയാഘോഷിക്കുന്ന പോലെയുള്ള സാഹചര്യങ്ങളോ ഒന്നുമില്ല. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയം മുതലേ ഉണ്ട്. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു സഹോദരൻ്റെ സിസ്റ്ററുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് ഡേറ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. എനിക്ക് വേറെ ഒന്ന് രണ്ട് വ്യക്തിപരമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബാങ്കിൻ്റെ ഒരു ബ്ലാക്ക് ലിസ്റ്റിലുണ്ട്, അതൊക്കെ ഇടപെട്ടാണ് അങ്ങനെ ഒന്ന് രണ്ട് കാര്യമായിട്ട് വന്നത്. അതിനിപ്പം ഒരു സെൻസിറ്റീവ് വാർത്ത സൃഷ്ടിക്കാൻ നിങ്ങൾക്കൊരു അവസരം ലഭിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെയൊന്നും ഒരു നിലപാട് മാറുകയോ പാർട്ടിയിൽ BJP ചേരുകയോ മെമ്പർഷിപ്പ് എടുക്കുകയോ ചെയ്തിട്ടില്ല. അവിടെ ഏത് സാഹചര്യം, എന്ത് സാഹചര്യം ഒരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത്? അതിലൊന്നും കാര്യമില്ല.